ഞാൻ ഈ റേസിൽ ജയിക്കുള്ളൂ. ഈ റേസിൽ ഞാൻ തന്നെയായിരിക്കും ജയിക്കുക. എനിക്ക് ലെഫ്റ്റ് ടേൺ എടുക്കേണ്ടി വരും. ഇതെന്തുവാ, പർവ്വതമോ? ഇപ്പൊ കേറാം. ഞാൻ യു ടേൺ എടുക്കാം. ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ. ഞാൻ ഈ റേസ് ജയിച്ചിരിക്കും. ലെഫ്റ്റ്. ഞാൻ എന്റെ ലക്ഷ്യം വരെ എത്തിക്കഴിഞ്ഞു. അയ്യോ, ഈ കേറ്റം എവിടുന്ന് വന്നു? റൈറ്റ്. ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേ? എന്റെ അമ്മച്ചിയെ, മേഡം ഇതാ എത്തിപ്പോയി. ജോർദാറെ, ഒന്ന് വേഗം എഴുന്നേക്ക്. അയ്യോ, ഇതെന്ത് പറ്റി? എപ്പ നോക്കിയാലും ഉറക്കം മാത്രമേ ഉള്ളൂ. ഗാർഡൻ മുഴുവൻ വൃത്തികേടായി കിടക്കുന്ന കണ്ടില്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? നിങ്ങൾക്ക് എന്താ ഇതൊന്ന് വൃത്തിയാക്കിക്കൂടെ? മേഡം ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. കഴുതേ, അതുകൊണ്ടൊന്നും അല്ലടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അത് നീ ചെയ്തോ? എല്ലാറ്റിനും എന്നെ മാത്രം കുറ്റം പറയണ്ട. രാവിലെ ബാങ്കിൽ നിന്ന് മാഡത്തിനെ കാണാൻ ആൾക്കാർ വന്നിരുന്നു. അവര് പറഞ്ഞത് 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കെട്ടിയില്ലെങ്കിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്നാണ്. കൂട്ടുകാരെ, ഒരുപക്ഷെ അവര് ജപ്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? തീർന്നു. നമ്മളെല്ലാം പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാഡം നമ്മളോടൊപ്പം വന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. വാ, വേഗം പോയി നമുക്ക് വൃത്തിയാക്കാം. എടാ, വൃത്തിയാക്കിയെന്ന് വെച്ച് എത്ര കാശ കിട്ടാൻ പോകുന്നേ? മാഡത്തിന് വേണ്ടത് 25 ലക്ഷം രൂപയാ. എടാ കഴുതേ, ഗാർഡൻ നമ്മൾ നന്നായി വൃത്തിയാക്കി കഴിഞ്ഞാ മേഡം കണ്ട് സന്തോഷിക്കല്ലോ. എടാ, എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്ക്. ഈ പോപ്പട്ട് ഇത് എവിടെ കിടന്ന് അലർന്നേ? എടാ, അല്പം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ. വീണ്ടും മുഴുവനും വൃത്തിയേടാക്കിയോ? ഇനി എന്നെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റില്ല. ശരി, നീ ചെടിയൊക്കെ ട്രിം ചെയ്. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കാം. നാട് മുഴുവൻ പൊടിക്കാറ്റ് നാശം വിതയ്ക്കുന്നു. നിങ്ങൾ ഇവിടെ ഗാർഡൻ വൃത്തിയാക്കുന്നു. ഗുഡ് മോർണിംഗ് കണ്ണാ സാർ. എന്താ ഇത്? ഐസ് വെള്ളം കുടിച്ചതുകൊണ്ട് ജലദോഷം പിടിച്ചു. ജോർദാറെ, നീ എന്റെ പുതിയ ഡ്രസ് മുഴുവൻ നനച്ചു. അടികൈ. ഞാനാണെങ്കിൽ ദേഷ്യത്തിലിരിക്കുക, നിങ്ങൾ കൈയടിക്ക. സോറി കണ്ണാ സാർ. കാർട്ടൂൺ കാണാൻ വേണ്ടി കുട്ടികൾ കരയുന്നു. എല്ലാം ചെയ്തിട്ട് നിങ്ങൾ സോറി പറയുന്നു. അടികൈ. വീണ്ടും തുടങ്ങിയോ? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട എന്റെ കവിത? കവിതയ്ക്ക് വേണ്ടിയല്ല, ഞാൻ ഇതിലെ ന്യൂസ് കണ്ട് സന്തോഷം കൊണ്ട് കൈയടിച്ചു പോയതാ. കാശ്മീരിൽ ഹിമാലയൻ കാർ റാലി നടക്കാൻ പോവുകയാണ്.
ജയിക്കുന്നവർക്ക് 25 ലക്ഷം സമ്മാനമുണ്ട്. ഈ കാശ് തീർച്ചയായും മാഡത്തിന് കൊടുക്കും. പക്ഷെ ജയിക്കുന്നവരെന്തിനാ മാഡത്തിന് 25 ലക്ഷം രൂപ കൊടുക്കുന്നേ? എടാ കഴുതയിലും കഴുത മരക്കഴുതേ. എടാ ഈ കാർ റാലി നമ്മൾ തന്നെ ജയിക്കും, സംശയമുണ്ടോ? അടിപൊളി. സന്തോഷത്തിന് സന്തോഷം, കാശിന് കാശ്. ശരി വാ, നമുക്ക് പോയി മാഡത്തിനോട് ഈ കാര്യം പറയാം. കാശ് കൊടുത്താൽ കിട്ടും കടലമിട്ടായി. റേസിൽ നിങ്ങൾ ജയിച്ചാൽ സന്തോഷമായി. അടികൈ. എന്തെങ്കിലും ജോലി ചെയ്യുമോ എന്ന് നോക്കി വന്നൂടെ നിങ്ങക്ക്? മാഡം 25 ലക്ഷം രൂപയ്ക്ക് എന്തെങ്കിലും ഏർപ്പാടായോ? ഒന്നും ആയിട്ടില്ല. പേടിക്കണ്ട മാഡം, അതിന് ഞങ്ങളുണ്ട്. കാശൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി. ആ, എങ്ങനെ? ഞങ്ങൾ ഹിമാലയൻ കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. 25 ലക്ഷം ഞങ്ങൾ തന്നെ ജയിക്കും, സംശയമുണ്ടോ? വേണ്ട വേണ്ട, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, മറക്കരുത്. ബണ്ണിയാണ് കുഞ്ഞ്, ഞാൻ വലിയവനാ. അല്ല എന്റെ കൊച്ചളിയ? ഹണി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. പ്രായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. മാഡം, വലിയവരെ കണ്ട് ഞങ്ങൾ ഒരിക്കലും പേടിക്കില്ല. ചെറിയവരെ ഞങ്ങൾ ഒരിക്കലും തൊഴിക്കുകയുമില്ല. പോപ്പറ്റേ, വിലപിടിപ്പുള്ള സാധനങ്ങൾ എപ്പോഴും ചെറിയ പാക്കറ്റിലേ വരികയുള്ളൂ. അതായത് ഡയമണ്ട് റിംഗ്, സംശയമുണ്ടോ? പോപ്പറ്റേ, കുമ്പളങ്ങ വലുതാണെങ്കിലും കുരുമുളകിന്റെ മൂല്യം അതിനുണ്ടോ? ആൽമരത്തിന്റെ വിത്ത് ചെറുതായിരിക്കാം, മരത്തിന്റെ വലുപ്പം കണ്ടിട്ടുണ്ടോ? നിർത്ത് പോപ്പറ്റ്. ഒരു ചെറിയ ഉറുമ്പ് ആനയുടെ കാതിനകത്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ പണി അതോടെ തീരും, സംശയമുണ്ടോ? ഓക്കെ പോപ്പറ്റ്, ഞാൻ സമ്മതിച്ചു. ഓക്കെ, എന്നാ നിങ്ങൾ എങ്ങനെയാണ് കാർ റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നത്? ആ? കാർ ഓടിച്ചോട്ട്. ഹിമാലയൻ റാലിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് വേണ്ടത്. അത് നമ്മൾ എവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യുക? അതൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഈഷ്, പതുക്കെ പതുക്കെ. ഈഷ്, ഈഷ്, പതുക്കെ പതുക്കെ. ഈഷ്, മറികടന്നു, സിഗ്നൽ മറികടന്നു. സർക്കാർ വാഹനം തന്നെ നിയമം ലംഘിച്ചിരിക്കുകയാണ്. ഈഷ്. സിഗ്നൽ മറികടന്നില്ല. സിഗ്നലിന്റെ സൈഡിൽ കൂടെ നമ്മൾ വന്നത്, അല്ലേ കൊച്ചളിയ? അതെ, ഇന്ന് നീ എന്ത് പറഞ്ഞാലും കറക്റ്റാ. ഓടിക്ക ഓടിക്ക. അയ്യോ, ഈഷ്, എടാ ജീപ്പ് എന്തിനാ സ്കൂട്ടർ പോലെ ഓടിക്കുന്നത്? 4 വീലുണ്ടടാ, 4 നിലത്ത് തൊടിക്ക്. ഓക്കേ. ഈഷ്. ഈഷ്, ഈഷ്, റോങ് സൈഡാ, റോങ് സൈഡാ. ട്രക്ക്, ട്രക്ക്, ട്രക്ക്. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. പതുക്കെ പോടാ, പതുക്കെ. ഈഷ്. ഓ, 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 ഈഷ്, ജീപ്പ് ഓടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാനൊരു നല്ല ഡ്രൈവറാണെന്ന് സാറിനെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. ഈഷ്, കള്ളപ്പൂച്ച്, ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 5 ജന്മത്തിലേക്ക് ആരും നിനക്ക് ലൈസൻസ് തരില്ല. എനിക്ക് തരണ്ട, ബണ്ണി നന്നായി ഓടിക്കും. അതുകൊണ്ട് സാറേ, സാറിന്റെ ഈ ജീപ്പ് ഞങ്ങൾക്ക് തരുമോ പ്ലീസ്? ജീപ്പ് വേണമെന്നോ? യെസ്, ഞങ്ങൾ ഹിമാലയൻ കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അതിന് അങ്ങയുടെ ജീപ്പ് വേണം, സംശയമുണ്ടോ? ഈഷ്, എന്റെ തൊപ്പി തെറിക്കും. ഞാൻ എന്റെ ജീപ്പ് തീർച്ചയായും തരില്ല. ഞാൻ വണ്ടി ഓടിച്ചത് സാർ ശരിക്കും കണ്ടില്ലെന്നാ തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ ഓടിച്ച് കാണിച്ചു തരാവേ. വേണ്ട, എടാ ഇത് സർക്കാരിന്റെ ജീപ്പാണടാ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോളാം. ഈഷ്, ഇവന്റെ അടുത്തുനിന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്. അത്യാവശ്യത്തിന് സഹായിക്കുന്നവനാണ് നല്ല കൂട്ടുകാരൻ, സംശയമുണ്ടോ? ഓ, അങ്ങനെയാണെങ്കിൽ തോത്താറാമൻ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? അവനിന്ന് രാവിലെ ഒരു SUV വാങ്ങിച്ചിരിക്കുക. മലയിലൊക്കെ കയറാൻ പറ്റിയ വാഹനം അത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചോദിച്ചൂടെ? തോത്താറാം SUV വാങ്ങിച്ചെന്നോ? ഉം.
ഇത് നിന്റെ അപ്പന്റെ വകയാവണടാ. അപ്പന് നീ കണ്ണാടി നോക്കുവല്ലേ എടാ ഇങ്ങോട്ട് വാടാ എന്താടാ പോകട്ടെ, കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. എടാ തോത്താറാമേ, നീ എന്തിനാ വെറുതെ ഇവനെ ഇങ്ങനെ തല്ലുന്നത്? ഇവൻ എന്റെ SUV-യുടെ കണ്ണാടിയിലേക്ക് നോക്കി തന്റെ മുടി ചീവുകയായിരുന്നു. കണ്ണാടിയിൽ നോക്കി മുടി ചീവിയതിന് ഇത്രയും തല്ലുകയാണെങ്കിൽ വണ്ടി റേസിന് ചോദിക്കുകയാണെങ്കിൽ എത്ര തല്ല് കിട്ടുമെന്ന് ആലോചിച്ച് നോക്ക്. ആ നമുക്കൊന്നും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട. അതെ, നമ്മളെന്തെങ്കിലും ചോദിച്ച ആ ദേഷ്യത്തിന് ചിലപ്പോ വീണ്ടും അവനെ തല്ലും. എടാ കഴുതേ, ദേഷ്യം വന്ന അവൻ ആരാണ് എന്താണെന്നൊന്നും നോക്കില്ല. നമ്മളെയും ചിലപ്പോ തല്ലിയെന്ന് വരും, സംശയമുണ്ടോ? അത് ശരി, തടി കേടാവണ ഏർപ്പാടിന് ഞാനില്ല. വിട്ടേക്ക്, വേണ്ടെന്നേ, പോവാ. ആ ഇപ്പോഴത്തേക്ക് ഇത് മതി, പോയിക്കോ. പോയിട്ട് എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ തല്ലാം. ആ പറഞ്ഞോ, നിങ്ങളൊക്കെ എങ്ങോട്ടാ ഈ പോകുന്നത്? ഞങ്ങള് വീട്ടിലേക്ക് പോവുകയായിരുന്നു, സംശയമുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ അത് പിന്നെ ഞങ്ങള് കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവാ. പക്ഷേ തന്റെ കാർ ഞങ്ങൾക്ക് വേണ്ട. മാഡത്തിന് 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നമ്മൾ റാലിയിൽ ജയിച്ച് 25 ലക്ഷം രൂപ സമ്മാനം മേടിക്കും. എന്തായാലും തന്റെ കാർ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ മത്സരത്തിന് വേണ്ടിട്ട് ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എന്തായാലും തന്റെ കാർ വേണ്ട. അല്ല സുഹൃത്തെ, എന്തിനാ എന്റെ വണ്ടി വേണ്ടാന്ന് പറയുന്നേ? ഞാനെന്താ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? നിങ്ങൾക്ക് മാഡത്തിനെ സഹായിക്കണമോ വേണ്ടേ? നമുക്ക് ഒരുമിച്ച് സഹായിക്കാം. ഞാൻ നിങ്ങൾക്ക് വണ്ടിയും തരാം, വണ്ടിയുടെ കൂടെ ഞാനും വരാം. അടിച്ചു പൊളിച്ചു തിമിർത്തോ, കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, സംശയമുണ്ടോ? ഒരു സംശയമില്ല. വേഗം വാ, ഈ സന്തോഷ വാർത്ത നമുക്ക് മേടത്തെ അറിയിക്കാം. മതില് ചാടി വന്നാൽ വീട്ടിലെ പട്ടി കടിക്കുന്നു. കിറ്റി, നീ ഇതാ വലിയ കാർ ഓടിക്കുന്നു. അടികൈ. കിറ്റി, നീ എന്തിനാ ഈ കൊച്ചുകുട്ടികൾ ഓടിക്കുന്ന കാർ ഓടിക്കുന്നത്? അതിനെന്താ, പക്ഷെ കിറ്റി നീ നന്നായിട്ട് കാർ ഓടിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ഡ്രൈവറാണല്ലേ? നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്നാ ഓക്കെ, ഞാൻ ഈ പ്രാവശ്യം നിങ്ങളോടൊപ്പം കാർ റാലിയിൽ പങ്കെടുക്കാൻ പോവാണ്. വേണ്ട വേണ്ട, കാർ റാലിയിൽ നീ എന്തിനാ പങ്കെടുക്കുന്നത്? നീ എവിടെ വന്ന് എന്തെടുക്കാൻ പോവാ? രാത്രിയിൽ ഫാൻ ഇടാതെ കിടന്നാൽ തീർച്ചയായും കൊതുക് കടിക്കും. കിറ്റി നിങ്ങളോടൊപ്പം അവിടെ വന്ന് നിങ്ങളെല്ലാം സന്തോഷിപ്പിക്കും. അടികൈ. എന്തൊക്കെയാണെങ്കിലും ശരി, കിട്ടി അവിടേക്ക് വേണ്ട ഒരാവശ്യവുമില്ല. ഈ ഖന്നയുടെ അടുത്ത് നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല മക്കളെ. ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ പോക്ക് തന്നെ ക്യാൻസൽ ആക്കും. അടികൈ. കിറ്റി നമ്മുടെ ഫ്രണ്ടാണ്, കൂട്ടിക്കൊണ്ട് പോവാന്നേ. കൂട്ടിക്കൊണ്ട് പോവാം. കിറ്റി മേക്കപ്പ് തുടങ്ങിക്കോ, നമ്മൾ നാളെ വെളുപ്പിന് തന്നെ പോവേണ്ടതാ. ശരി. ഞാൻ ഓടിക്കാം, ഞാൻ ഓടിക്കാം. അതെ, ഞാൻ ഓടിക്കട്ടെ. എത്തിപ്പോയി. വൗ, കാശ്മീർ എത്ര മനോഹരമാണല്ലേ?
ചേട്ടായി വേഗം ഒരു ഫോമിങ് തന്നേ. ഉം, ഉം, ഉം. ഉം. ഞങ്ങൾക്കും ഒരു ഫോം തരൂ. ഏ ലൈനിൽ വരാൻ നോക്ക. ഈ ലൈൻ വളരെ വലുതാണ്. ഞങ്ങൾ വേണമെങ്കിൽ വേറൊരു ലൈൻ ഉണ്ടാക്കട്ടെ. ഇവരൊക്കെ ലൈനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവർക്ക് എന്താ വട്ടാണോ? ഉം? വട്ടാണെന്നോ? പിന്നെ എങ്ങനെയാ അവര് ഡ്രൈവ് ചെയ്യാ? എടാ നിനക്കെന്താ വട്ടാണോ? ശരി ചേട്ടാ, വിട്ടേക്കേ, ഞങ്ങൾ ലൈനിൽ തന്നെ വന്നോളാം. നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ആൾക്കാർ ഒരുപാടുണ്ട്, പക്ഷെ ഫാം കുറവാണ്. താങ്ക് യു എന്റെ സെനറ്റർ, താങ്ക് യു, താങ്ക് യു. ഇയാള് മാത്രം എന്താ ലൈനിൽ വരാത്തത്? ഇത് ചീറ്റിംഗ് ആണ്. അത് രാജ് സാറാണ്. കഴിഞ്ഞ 3 റാലിയിലും അദ്ദേഹമാ വിന്നർ. ഈ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോം കിട്ടില്ല. അതിനൊരു വഴി ഉണ്ട്. ശരി ചേട്ടാ, മനസ്സിലായി. ഞാനൊരു 500 രൂപ അങ്ങ് തന്നേക്കാം. ഞാൻ സത്യസന്ധന, കോഴ വാങ്ങിക്കാറില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് കരുതിയതാ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യകർമ്മം മറ്റൊന്നുമില്ല. സംശയട്ടോ? വേഗം സഹായിക്കേ. ഇങ്ങോട്ട് വന്നോളൂ. ഒരു ഫാം കയ്യിൽ നിന്ന് വഴുതി ഈ ചുരത്തിലേക്ക് പോയി. അത് കൊണ്ടുവന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം. എനിക്കെന്തോ അവൻ പറഞ്ഞത് സംശയം തോന്നുക. അവൻ തീർച്ചയായിട്ടും നമ്മളെ പറ്റിക്കാൻ നോക്കിയതാ. എന്തായാലും നമുക്കിത് നോക്കാം. ആ ശരി. ഞാനും ഇങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കും. വാ, സഹായിക്കാം. എടാ മാറി നിൽക്ക. നിൽക്കടാ അവിടെ. നിങ്ങൾ വരുവാ, നിങ്ങളെ രക്ഷിക്കാൻ. പോപ്പിട്ടെ, പറക്ക്. അയ്യോ, രക്ഷപ്പെട്ടു. സോറി, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലടാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാ. നല്ല തണുപ്പാ, നല്ല രസമുണ്ട്. എടാ, നിന്നെ പോലെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ശത്രുവിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. സംശയമുണ്ടോ? വഴക്ക് കൂടുന്നത് മതിയാക്ക്. ആദ്യം ഫോം അന്വേഷിക്ക്. 2 ഗ്രൂപ്പായിട്ട് അന്വേഷിക്കാം. വേഗം പോവാം, വാ. എവിടെ പോയി കാണുമതാ? ഈ ഫോം നമ്മളടുത്ത് ഒളിച്ച് കളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്.
കൊച്ചളിയ നോക്ക്, മഞ്ഞുമലയിലെ ഡോഗി. ഡോഗിയെന്നോ? നോൺസെൻസ്. ഞാൻ ചെന്നായടാ. പിന്നെ പൂച്ചകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. നിക്കടാ അവിടെ. നിക്കടാ അവിടെ. രക്ഷിക്കണേ. എടാ നീ വിട്ടോടാ. Nonsense. ഓട്ടം നിർത്തറ. എന്നെ കൊണ്ട് ഓടാൻ കഴിയുന്നില്ല. കൊച്ചളിയ അവൻ കളിക്കാൻ തുടങ്ങി. നോൺസെൻസ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഉന്നം പിടിച്ചെറിയുകയാണ്. കിട്ടിപ്പോയി. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഫോം കിട്ടിയിരിക്കുന്നു. അടിപൊളി. ഇത് തരില്ല. മര്യാദയ്ക്ക് ഫോം തരുന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം കൊണ്ടിട്ട് തരുന്നോ? അത്രയ്ക്ക് ധൈര്യോ? എന്നാ കാണട്ടെ. മര്യാദയ്ക്ക് പറഞ്ഞാ നീ ഒന്നും കേൾക്കില്ല അല്ലേ? വേഗം വാ. നോൺസെൻസ്. തത്തയും പൂച്ചയെല്ലാം ചേർന്ന് ചെന്നായനെ ഇങ്ങനെ തല്ലുകയാണല്ലേ? എടാ, എന്റെ സ്റ്റാൻഡേർഡ് എങ്കിലും നിങ്ങൾ നോക്കണ്ടായിരുന്നോ? നിന്റെ സ്റ്റാൻഡേർഡ് വെച്ചാ നിന്നെ എത്രയ്ക്ക് ഞങ്ങൾ തല്ലിയത്. വല്ല സിംഹമായിരുന്നെങ്കിൽ ഇടിച്ച് നിന്നെ പഞ്ഞിക്കിടുമായിരുന്നു. അതെയോ? തനിച്ച് നിങ്ങളെ കിട്ടുമ്പോ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇവരെവിടെ നിന്ന് വരുന്നാവോ? ഒരു തമാശ പറഞ്ഞാൽ പോലും മനുഷ്യൻ തല്ലുകയാണല്ലോ. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എന്ന് വരുന്നവനും പോകുന്നവനൊക്കെ തല്ലുകയാണ്. നോൺസെൻസ്. അയ്യോ. ഫോം കിട്ടിയിരിക്കുന്നു. എന്തായാലും നേരെ സന്ധ്യയായി. നമുക്ക് പോയി നന്നായിട്ട് വിശ്രമിക്കാം. നാളെ റാലിക്ക് നമ്മൾ നേരത്തെ എഴുന്നേക്കേണ്ടതാ. അല്ല, ഈ മഞ്ഞുമലയിലെ ആ ഡോഗി ഇതുവരെ ഉറങ്ങിയില്ലേ? ഉം? ഉം? അല്ല, ഇവരും ഉറങ്ങിയിട്ടില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. നാളെ നമുക്ക് ഒരുപാട് പണിയുള്ളതാണ്. അതെ, നമുക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബോർഡറിന്റെ അപ്പുറത്ത് എത്തിക്കണം. നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ കാര്യമൊക്കെ ബോർഡറിന്റെ അപ്പുറത്തുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ബോർഡറിന്റെ അപ്പുറത്തുള്ളവരെല്ലാം നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ കാത്തിരിക്കുന്നത്. ഇതാരാ? നമ്മൾ സ്വർണത്തെ കുറിച്ച് സംസാരിച്ചല്ല അവൻ കേട്ടിരിക്കുകയാണ്. അവര് ബോർഡറിന്റെ അപ്പുറത്ത് കാത്തിരിക്കുന്നു എന്ന് വെച്ച് നമുക്ക് ഇവിടെ ഉറങ്ങിക്കൂടുന്നുണ്ടോ? ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ പിന്നെ നാളെ രാവിലെ എങ്ങനെയാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുക? ഇതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചില്ല. നീ ഭയങ്കര ഇന്റലിജന്റ്. ഇന്റലിജന്റ്? അല്ല, നമുക്ക് മാനേജ്മെന്റ് ഇത്രയും നല്ല ടെന്റ് തന്നിരിക്കല്ലേ, നിങ്ങൾക്ക് പോയി ഉറങ്ങിക്കൂടെ? സാറ് പറഞ്ഞത് സത്യം തന്നെയാണടാ. ഒന്നുകൂടെ പറഞ്ഞേ. സത്യം തന്നെയാണെന്നാ പറഞ്ഞത്. അതല്ല, സാറെന്ന് ഒന്നുകൂടെ പറയേ. സാറ് പറഞ്ഞത് സത്യമാണ്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. വെളുപ്പിന് റാലി ഉള്ളതാ. ഓക്കേ, ബൈ ബൈ. മണ്ടൻ കഴുതകളാ. യുവമാർക്ക് ഊണുമില്ല ഉറക്കവുമില്ല, എന്നിട്ടാ റേസിന് പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്.
ഡാ പ്രശ്നമൊന്നുമില്ലല്ലോ, നന്നായിട്ട് നോക്കണം, മനസ്സിലായല്ലോ? എല്ലാം ശരിയായിട്ടുണ്ടല്ലോ, എല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്യ്. ആ ഏറ്റോ ഹായ് ഹായ് സനുരിറ്റ ഹായ്. ഹായ്, ഐ ആം കിറ്റി. കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങളാണ് ചാമ്പ്യൻ അല്ലേ? യെസ് സനുരിറ്റ യെസ്. എപ്പോഴും ജയിക്കുന്നവര് രാജാവെന്ന് പറയും. രാജെന്ന് രാജാവ്. എന്റെ പേര് നീ കേട്ടിട്ടുണ്ടാവും. ഇല്ല. ഒരു കുഴപ്പമില്ല. വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ നടക്കാറുണ്ട്. നിനക്ക് എന്റെ പാർട്ണർ ആകാമോ സുന്ദരിക്കുട്ടി? നോ താങ്ക്സ്. എന്റെ പാർട്ട്ണർ ഇതാ ഇവരാണ്. ഓ ഓ ഓ ഓക്കേ, ജയിക്കാൻ പോകുന്നത് ഞാനാണ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നോക്ക, ഇവനെ തോൽപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ കഴിയൂ. ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇവനാ ഏരിയ കാണത്തില്ല. വേണ്ട, നീ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാം. എടാ, നീ സ്കൂട്ടർ പോലും സൈക്കിളിന്റെ സ്പീഡിലാണ് ഓടിക്കാറ്. തോത്തരം വണ്ടി ഓടിക്കട്ടെ. വണ്ടി ഇദ്ദേഹത്തിന്റെ അല്ലേ, അപ്പൊ സ്പീഡിൽ ഓടിക്കാൻ കഴിയും. ഇവൻ ഈ വണ്ടി ഓടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടെന്ന് വെച്ചാ കീ എന്റെ കയ്യിലാ ഉള്ളത്. എന്നെ ഡ്രൈവ് ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ ഞാൻ ചാവി തീർച്ചയായും തരില്ല. എന്റെ പൊന്നോ, എന്റെ കയ്യിൽ വേറൊരു കീ ഉണ്ട്. ഇതാ നോക്ക്, ഇതാണ് ആ രണ്ടാമത്തെ കീ. ആദ്യത്തേത് എന്റെ പോക്കറ്റിനകത്തുണ്ട്. ഐ ആം സോ ഇന്റലിജന്റ്. പിടിക്കണേ. നിക്കാനാ പറഞ്ഞ. ശരി എന്നാ, ഓരോരുത്തരായി കുറെ ദൂരം ഓടിക്കാം. ആദ്യം ഹണി ഓടിക്കട്ടെ. ഓക്കേ, അതേതായാലും കൊള്ളാം. എല്ലാ മത്സരാർത്ഥികളും തയ്യാറായിക്കൊള്ളൂ. മത്സരം ഉടൻ തുടങ്ങാൻ പോവുകയാണ്. All the best, Sanurita. All the best. ഹലോ, ഓടിച്ചോടിച്ച് അവസാനം ബോർഡർ മറികടക്കരുതേ. മത്സരാർത്ഥികൾ മത്സരത്തിന് തയ്യാറാണ്. ഈ റാലിക്ക് വേണ്ടി പല സ്ഥലത്തു നിന്നും പലരും പങ്കെടുക്കുന്നു. എന്തായാലും ഇന്ന് കാലാവസ്ഥ അതിമനോഹരമായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ചാമ്പ്യനായ രാജ് തന്നെ ജയിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. വീണ്ടും ഈ വർഷത്തെ ചാമ്പ്യൻ രാജ് തന്നെ ആകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ എന്ന് കണ്ടറിയാം. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. ഈ റേസ് തുടങ്ങാൻ പോവുകയാണ്. 1 2 3 4 5 go! മത്സരം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ, മത്സരാർത്ഥികൾ കാറിന്റെ വേഗം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അല്ല, ഈ കാർ എന്നാ മുന്നോട്ട് പോകാതെ നിൽക്കുന്നത്? എടാ നീ ആ ഗിയർ ഒന്ന് ഇട. എടാ മണ്ട, ഓട്ടോമാറ്റിക് ഗിയർ ഉള്ളത് വാങ്ങിക്കൂടായിരുന്നോ? കഴുതേ, മുന്നോട്ടാടാ പോണ്ടത്, മുന്നോട്ട്. ഓക്കേ. ഈ കാർ മാത്രം എന്തുകൊണ്ടാണ് എതിർദിശയിലേക്ക് പോകുന്നത്? വീണ്ടും അത് രാജ് തന്റെ കഴിവുകൾ പുറത്തെടുത്തിരിക്കുകയാണ്. മറ്റുള്ള കാറുകളെ പിന്നിലാക്കിക്കൊണ്ട് ഇതാ രാജിന്റെ കാർ മാത്രം മുന്നോട്ട് കുതിക്കുകയാണ്. എല്ലാരും ഇത് തന്നെയാണ് ഓർക്കുന്നത്. ഈ റേസ് ആര് ജയിക്കും? നമുക്ക് നോക്കാം ഇന്ന് ഈ റേസ് ആരാണ് ജയിക്കുന്നത്. എല്ലാവരും നല്ല വാശിയിലാണ്. ഈ റേസിൽ വാശി മാത്രം പോരാ, നല്ല ചങ്കറപ്പും വേണം. മുന്നോട്ട് പോകുന്തോറും റേസ് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് റോഡ്, അത് കഴിഞ്ഞാൽ പിന്നെ ഐസ് റോഡ്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഒരു നദി ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അവരെ ഒരു വലിയ ആപത്ത് കാത്തിരിക്കുന്നുണ്ട്. സമാന്തരമല്ലാത്ത ഈ റോഡ് തീർച്ചയായും അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് ഈ റോഡ് കടന്നു വരുന്നവരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യന്മാരാവുക. ആരാണത് ഈ റേസിൽ റിവേഴ്സിൽ വാഹനം ഓടിക്കുന്നത്? ആരാണ് ചാമ്പ്യൻ? റിവേഴ്സിൽ വാഹനം ഓടിച്ചാലും മറ്റുള്ള മത്സരാർത്ഥികളെ പിന്നിലാക്കുകയാണ്. ഇവനെ നമ്മൾ തോപ്പിച്ചിരിക്കുക കൊച്ചളിയ. എടേ, എനിക്ക് തല ചുറ്റുന്നുണ്ട്, സംശയമുണ്ടോ? അതേടാ, നിന്റെ കളിയൊക്കെ മതി. നമുക്ക് ഈ റേസ് ജയിക്കണം. വണ്ടി ഇങ്ങതാ, ഞാൻ ഓടിക്കാം. മനസ്സിലായോടാ? നോക്കൂ, റിവേഴ്സിൽ ഓടിച്ചവൻ ഇപ്പോൾ നേരെ ഓടിച്ചു തുടങ്ങി.
സ്വർണം ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? 5 കോടി രൂപയുടെ സ്വർണ്ണമല്ലേ, ഞാൻ ഭദ്രമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. റാലിയിൽ പങ്കെടുക്കുന്നത് പോലെ പങ്കെടുത്ത് നമ്മൾ ഇങ്ങനെ സ്വർണം കടത്തുന്ന കാര്യം എങ്ങാനും പോലീസുകാർ അറിയുകയാണെങ്കിൽ പിന്നെ ജയിലിൽ പോയി ചപ്പാത്തി പരത്തേണ്ടി വരും, മനസ്സിലായോ? കിറ്റി ചാടിക്കോ. ഫ്രണ്ട്സ്, അവരുടെ കാറിനകത്ത് ഗോൾഡ് ഉണ്ട്. ഇത് മഞ്ഞധികമുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് കോൾഡൊക്കെ പിടിക്കും. റേസ് കഴിഞ്ഞ് മരുന്ന് കഴിച്ച് ഉറങ്ങിക്കോ. നിനക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നീ 10 മീറ്റർ ബുൾഡോഗ്സിന്റെ അടുത്ത് പോയപ്പോ അവന്മാരെ പോലെ തന്നെ നീയും മണ്ടിയായിരിക്കുകയാണ്. ഇന്നലെ രാത്രി അവന്മാരെ ഞാൻ കണ്ടതാ. രാവിലെ റേസ് ഉണ്ടായിട്ടും ഉറക്കൊഴിച്ചിരിക്കുകയായിരുന്നു ആ മണ്ടന്മാര്. മരം മണ്ട. അത് സത്യ, മരമണ്ടന്മാര് തന്നെ. അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാ ബോർഡറിന്റെ അടുത്തേക്ക് സ്വർണം. ഓ, അവര് സ്വർണ്ണക്കടത്തുകാരാണ്. ഗൈസ്, നമ്മുടെ രാജ്യത്തിന്റെ 5.5 കോടി സ്വർണം അവര് ബോർഡറിനകത്തേക്ക് കടത്തിവിടാൻ പോവാണ്. അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. എടാ, അവന്മാരെ പിടിക്കാൻ പോയാലേ നമ്മളെ റേസ് ചെയ്ത് പുറത്താക്കും. സംശയമുണ്ടോ? പിന്നെ 25 ലക്ഷം എവിടുന്ന് കിട്ടും? ഫ്രണ്ട്സ്, ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്താ രാജ്യസ്നേഹമില്ലേ? രാജ്യസ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ മാഡത്തിന്റെ കാര്യം. ഒരിക്കലും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പത്തുകൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, എന്നാൽ രാജ്യത്തിന് കളും ഒന്നും തന്നെ ഇല്ല. ശരിയാണ്. കൂട്ടുകാരാ, അവന്മാർ രക്ഷപ്പെട്ടു പോവാ. എന്താ ചെയ്യേണ്ടത് വേഗം പറയാ. ആലോചിക്കാനൊന്നുമില്ല. ഈ സ്മഗ്ലേഴ്സിനെ നമ്മൾ പിടികൂടിയേ മതിയാവൂ. സംശയമുണ്ടോ? തോത്തറാമേ, അവന്മാരെ വിടരുത്. ഒരു കാരണവശാലും അവന്മാർ രക്ഷപ്പെടാൻ പാടില്ല. ശരി എന്നാ. എല്ലാരും ജയിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അല്ല, ഈ 2 കാറും എങ്ങോട്ടാണ് പോകുന്നത്? ഇവർ റേസിൽ നിന്ന് പുറത്തേക്കാണല്ലോ പോയിരിക്കുന്നത്. അവര് നമ്മുടെ പുറകെ വരുന്നുണ്ട്. വേഗം അല്പം കൂടി അധികരിക്ക. ഒന്ന് വേഗം ഓടിക്കടാ. അയ്യോ, പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. ഐഡിയ. നമ്മുടെ പഴയ വിദ്യയെ ഫലിക്കുള്ളൂ. പൊപ്പട്ടെ, തയ്യാറായിക്കോ. ഇവന്മാർക്കുള്ളത് കൊടുത്തിട്ട് നമുക്ക് പോയേക്കാം. സൈഡിലോട്ട് നിർത്തടാ, നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ബോർഡറിനപ്പുറത്തേക്ക് സ്വർണത്തെ കടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. കൂട്ടുകാരാ, നന്നായിട്ടൊന്ന് വ്യായാമം ചെയ്യണം. എടേ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഇങ്ങനെ വേണം കിക്ക് ചെയ്യാൻ. ഇന്ന് പിടിച്ചു. എന്റെ ശക്തി എന്താണെന്ന് അവന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം.
Aish! എനിക്ക് തല കറങ്ങുന്നു. പിടിച്ചു കെട്ടി ഇവന്മാരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. തോത്തോറാമേ, നീ ഇവന്മാരുടെ അടുത്ത് തന്നെ ഇരുന്നോ. ബോധം തെളിയുമ്പോ 2 എണ്ണം നന്നായിട്ട് കൊടുത്ത് വീണ്ടും ബോധം കെടുത്ത്. ഇനി ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഓക്കേ. അല്ല, ഇതിൽ മത്സരിക്കുന്ന എല്ലാരും പോലീസ് സ്റ്റേഷനിലോട്ടാണെന്ന് തോന്നുന്നു. കഴുതേ, അവര് റേസ് ഓടിച്ചോണ്ടിരിക്കുക. സംശയമുണ്ടോ? ബണ്ണി, നമ്മൾ ഇപ്പോഴും റേസിലുണ്ട്. വേഗം ഓടിക്ക്. നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും. റേസിൽ ഇതാ ഒരു പുതിയ ട്വിസ്റ്റ്. ഏത് കാറാണോ റേസിൽ നിന്ന് പുറത്തു പോയത് അത് ഇപ്പോഴിതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെല്ലാ കാറുകളെ മറികടന്ന് ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മത്സരം വല്ലാതെ ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇവരിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? കിട്ടി. രാജ്, you are a very good driver. I know, Senorita. I know. 2 കാറുകളും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള വഴികൾ മുഴുവൻ കല്ല് നിറഞ്ഞതായിരിക്കും. ഈ റോഡിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ ഒരുപക്ഷെ ദുഃഖിക്കേണ്ടി വരും. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ആര് ജയിക്കുമെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഈ റേസ് രാജ് ജയിക്കാൻ പോകണമെന്ന്. ഈ കോമ്പറ്റീഷൻ നേർക്കുനേർ നടന്നുകൊണ്ടിരിക്കുവാണ്. അറിയത്തില്ല ആരാണ് ജയിക്കാൻ പോകുന്നത്. രണ്ടുപേരും ഫിനിഷിംഗ് ലൈനിന്റെ ഒത്തിരി അടുത്താണ്. വരൂ, നമുക്ക് നോക്കാം എന്താകും ഫൈനൽ റിസൾട്ട്. രണ്ടുപേരും കഠിന പ്രയത്നം കൂടെ മുന്നിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം. ഇത് നല്ലൊരു കോമ്പറ്റീഷൻ ആണ്. ഇതാ സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ്. അങ്ങനെ ഹണിയും ബണിയും ഈ റേസ് ജയിച്ചിരിക്കുകയാണ്. പോലീസിനെ വിളിക്കേ. സാർ, ഞങ്ങളുടെ വണ്ടിയില് 4 സ്മഗ്ലേഴ്സും 5 കോടി രൂപയുടെ സ്വർണവുമുണ്ട്. സാർ, ഈ 4 പേരെയും അറസ്റ്റ് ചെയ്യൂ. നമ്മൾ ജയിച്ചു. 25 ലക്ഷം രൂപ കിട്ടും. മാഡത്തിന്റെ പ്രശ്നമല്ല, ഇതോടെ തീരും. കൺഗ്രാറ്റുലേഷൻസ്. രാജിന്റെ പണി തീർന്നു. കൺഗ്രാറ്റുലേഷൻസ്. 3 വർഷത്തിന് ശേഷമാണ് രാജിനെ തോൽപ്പിച്ച് നിങ്ങൾ ഈ കപ്പ് നേടിയത്. ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗവർണർ സാർ നിങ്ങൾക്ക് സമ്മാനത്തുക നൽകും. ഇതാ. ഈ സമ്മാനത്തുക ഞങ്ങളുടെ വകയായി നിങ്ങൾക്കുള്ളതാണ്. എന്റെ കൊച്ചളിയ, അടുത്ത റേസിന്റെ പൈസ കൂടെ അഡ്വാൻസ് ആയിട്ട് തരികയാണോ? അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കുമെന്ന് ഇവരറിഞ്ഞു കാണും. അല്ല, നിങ്ങൾ 5 കോടി രൂപയുടെ സ്വർണം പിടികൂടാൻ ഞങ്ങളെ സഹായിച്ചു. അതിനുള്ള പാരിതോഷികമാണ് ഈ സമ്മാനത്തുക. ഞങ്ങളുടെ വക നിങ്ങൾക്ക്. വാവ്, 25 ലക്ഷം രൂപയ്ക്കാ വന്നത്. പക്ഷെ 1 കോടി കിട്ടി. അതെ, മാഡം തീർച്ചയായും സന്തോഷിക്കും. പെട്രോൾ ഇല്ലാത്തോണ്ട് വണ്ടി നിന്നു. നിങ്ങൾ ഇതാ തിരിച്ചു വന്നു. അടികൈ.
സാറേ ഞങ്ങൾ വെറുതെ അല്ല വന്നിരിക്കുന്നത്, ട്രോഫിയും കൊണ്ടാ വന്നിരിക്കുന്നത്. മാഡം ഇതാ പിടിച്ചോ, 1 കോടി രൂപയുടെ ചെക്ക്. 1 കോടിയോ? എന്നാ പ്രൈസ് മണി 25 ലക്ഷം അല്ലേ? ഞങ്ങൾ 5 കോടി രൂപയുടെ സ്വർണം പിടിച്ചു കൊടുത്തു. അതിനുവേണ്ടി കിട്ടിയതാ ഈ ബാക്കി പൈസ മുഴുവൻ. വൗ, അടിപൊളി. വെയിലടിച്ചാൽ മരത്തിലെ ഇലകൾ കൊഴിയും. ഈ കാശ് കൊണ്ട് നിങ്ങൾക്ക് 2 വീട് വാങ്ങാൻ കഴിയും. അടികൈ. ഈ കാശും വെച്ചോണ്ട് 2 വീട് മേടിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അതിനു വേണ്ടിയല്ലേ ദേ ഇതുള്ളത്. ഇതെന്താണ് സാർ? സച്ചിൻ എന്നും ഞങ്ങളുടെ ചങ്കാണ്. ഇത് ഞങ്ങളുടെ ബാങ്കിന്റെ ലോൺ ഫോം ആണ്. അടികൈ. വീണ്ടും ലോണോ? വേണ്ട. ഈ ഒരു അവസരത്തിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ വിടൂ, എന്നെ വെറുതെ വിടൂ. എന്റെ രാജകുമാരൻ വരും. നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. നിന്നെ ഇവിടുന്ന് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വിരൽ, നീ എന്റെ വിരൽ കടിച്ചു മുറിച്ചു. ഇനി എന്തായാലും ഇവിടുന്ന് നിന്നെ ഞാൻ ജീവനോടെ വിടാൻ പോകുന്നില്ല. അല്ല, എന്താ പെട്ടെന്നൊരു ചൂട് അനുഭവപ്പെടുന്നത്? ഞാൻ എൻട്രി ആയി കഴിഞ്ഞാൽ താപനില മാറും. എന്താ മനസ്സിലായോ നിനക്ക്? കണ്ടോ, അദ്ദേഹം എത്തി. അവനെ വെറുതെ വിടരുത്. ക്രീം ബിസ്ക്കറ്റിൽ തീർച്ചയായും ക്രീം ഉണ്ടാകാം, എന്നാൽ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവില്ല. വെളുത്ത കോഴി കറുത്ത മുട്ടയിട്ടാലും നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. പിടിക്കവനെ. എന്നോടൊപ്പം ഏറ്റുമുട്ടാൻ സിംഹക്കുട്ടികൾ വരുമെന്നാ വിചാരിച്ചത്, എന്നാൽ നീ അയച്ചതോ വെറും എലിക്കുട്ടികളായി പോയല്ലോ. എന്റെ ഒറ്റ ഇടിക്ക് തന്നെ ഈ ഭൂമി 2ആയി പിളരും. എന്നാൽ ഞാനൊന്ന് ഓതിയാലോ, ഈ ഭൂമി വീണ്ടും ഒന്നിക്കും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ഇതാണ് എന്റെ ഫേവറേറ്റ് പാർ. അയ്യോ എന്റെ അമ്മോ, എടോ വേദനിക്കുന്നടോ. ഇപ്പൊ മനസ്സിലായോടാ എന്റെ ശക്തി. ഇനി നിന്നെ ഞാൻ ഭസ്മമാക്കാൻ പോകുന്നു. എനിക്കും മറ്റൊരു പേരുണ്ട്, അതാണ് ടൈഗർ. നിന്നെ പോലുള്ള ആൾക്കാർ എനിക്ക് ക്യാരം ബോർഡിലെ വെറും സ്ട്രൈക്കറാണ്. ഇന്ന പിടിച്ചോ. പാറു, ദാ ഞാൻ എത്തി. രക്ഷിക്കൂ. ഓ, എന്റെ അമ്മച്ചി, ഇവൻ എന്റെ നടു തന്നെ ഒടിച്ചു കളഞ്ഞു. എന്തായാലും സംഭവം അടിപൊളിയായി. ഇനി അല്പം കൂടി ആക്ഷൻ ആയാൽ അടിപൊളിയാകും. വാവ്, എന്തായാലും അടിപൊളി ഫിലിമാണ്. അതെ, സംശയം വേണ്ട. ഡയറക്ടർ എന്റെ അനിയൻ തൊമ്മനാണ്, ഹീറോ എന്റെ അളിയൻ കമ്മനാണ്. കള്ളൻ കുഞ്ഞു കുടുംബം എപ്പോഴും കുടുംബപരമായ പണം എടുക്കാറുള്ളൂ. കള്ളൻ കുഞ്ഞു. എടോ, ഞാനാണ് കുള്ളൻ കുടുംബം. ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവൻ പിന്നെ സ്റ്റാർ ആവും, പിന്നെ സൂപ്പർ സ്റ്റാർ, പിന്നെ മെഗാ സ്റ്റാർ ആയി മാറുന്നത് ആർക്കും തടയാൻ കഴിയില്ല. അത്രയ്ക്ക് പവർ ഉണ്ട് എനിക്ക്. എനിക്കത് ആലോചിക്കുമ്പോ വല്ലാണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ വലിയ സംരംഭത്തിൽ എന്റെ പേരും വരുമല്ലോ. എനിക്ക് എന്തായാലും അങ്ങയോടൊപ്പം പണിയെടുക്കണം. അങ്ങക്ക് എന്തായാലും എന്റെ ചന്ദ്രനിലെ ചന്തു എന്നുള്ള സ്റ്റോറി ഇഷ്ടപ്പെടും. നിന്റെ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്റെ സ്റ്റോറി എന്റെ പേരിൽ മാത്രമേ പുറത്തു വരൂ. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്കതിന്റെ ക്രെഡിറ്റ് വേണം. നോ നെയിം നോ ജോലി. ഒരിക്കലുമില്ല. നീ എന്താ കരുതിയത്? ഇന്നലെ വന്ന ഒരു റൈറ്റർ എന്റെ അടുത്ത് ക്രെഡിറ്റ് ചോദിക്കുമോ? ശരി, തനിക്ക് ഞാൻ സ്റ്റോറി തരുന്നില്ല. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ തല്ലുന്നു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങോട്ട് നോക്ക്.
അയ്യോ, ആരെങ്കിലും വന്ന് ഒന്ന് രക്ഷിക്കേ. ദാ റൈറ്റർ താഴെ വീണു. ഇത്രയും വലിയ കൊക്കയിലല്ലേ വീണിരിക്കുന്നത്, രക്ഷപ്പെടുത്താൻ കഴിയില്ല. കൂടാതെ താഴെ വന്യമൃഗങ്ങളുമുണ്ട്. OMG. ഓ, എന്തായാലും നന്നായി. ആരെങ്കിലും ഒന്ന് വേഗം പോയി പോലീസിനെ വിളിക്ക്. ഇനി ഈ പടം നിർമ്മിക്കുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാൻ കഴിയില്ല. എന്തായാലും ഈ കഥ വെച്ച് ഞാനൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് കൊടുക്കും. ഹോളിവുഡിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറായി ഞാൻ മാറുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കലക്ക് കലക്കും ഈ കള്ളൻ കുഞ്ഞ്. ഉറക്കം വരുന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നാൽ ഞങ്ങളുടെ ന്യൂസ് കാണാൻ മറക്കരുത്. ഹോളിവുഡ് പ്രൊഡ്യൂസർ കള്ളൻകുഞ്ഞിന്റെ സെറ്റിൽ ഒരു അത്യാഹിതമുണ്ടായി. യങ് ആൻഡ് ടാലന്റഡ് ഹണി അവിടെ വെച്ച് കൊക്കയിലേക്ക് വീണു. ഇവിടെ വരൂ, ഈ ന്യൂസ് വായിക്കൂ. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നെന്ന് പറയൂ. എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, എന്റെ ആളിയ ഹണിക്ക് ഒന്നും സംഭവിക്കില്ല. അതെ, നീ വിഷമിക്കാതിരിക്കെ. നമുക്ക് ഉടൻ തന്നെ പോയി അവനെ അന്വേഷിച്ച് കണ്ടെത്താം. സംശയമുണ്ടോ? ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡെ കോൾ ചെയ്യാം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എന്റെ ഹണിക്ക് ഒന്നും സംഭവിക്കില്ല. വലിയ നീ സുരക്ഷിതനാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നീ ധൈര്യം കൈവിടരുത്. നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു. ഇതൊരു കൊടും വനമാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ടൈറ്റാനിക് കപ്പൽ വെള്ളത്തിൽ താണു. പോപ്പറ്റ് ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് വീണു. കന്നാ സാറേ, പോപ്പട്ട് വീണതല്ല, പറന്നു പോയതാണ്. ഹണി, ഹണി, അയ്യോ, ഹണി, ഹണി, എണീക്ക്. ഓഹോ, ഇവൻ ബോധം കെട്ട് കിടക്കുക. എന്തായാലും പോയി അവരെ ഇൻഫോം ചെയ്യാം. ഹണി ഒരു മരത്തിൽ സുരക്ഷിതനായിട്ടുണ്ട്, പക്ഷെ ബോധം കെട്ട് കിടക്കുക. ആ മരത്തിനടുത്ത് പോകാൻ വളരെ പാടാണ്. ഞാൻ പോകാം. എന്റെ അളിയന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഹണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മനസ്സ് പറഞ്ഞതാ അവനൊന്നും സംഭവിക്കില്ല എന്ന്. ബണി അവനെ വേഗം രക്ഷിച്ചു വരൂ. ഹണി, ഹണി, എന്റെ അളിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കൊച്ചളിയ, ഹണി, നിന്നെ ഞാൻ കൊണ്ടുപോകാനാ വന്നത്. വേഗം വാ. കൊച്ചളിയ, നീ വന്നോ? എന്റെ കയ്യിലേക്ക് പിടിക്ക്. ആ, കൊച്ചളിയ, ഡോക്ടർ ബാലു, എന്റെ ഹണിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ കഴിയില്ല. വലിയ കൊച്ചളിയ, മാഡം, കൂട്ടുകാരെ, വലിയ നിനക്ക് ബോധം വന്നല്ലോ. ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചത് നിനക്കറിയോ? ഹണിയുടെ കാര്യം അറിഞ്ഞപ്പോ ഞാനിങ്ങ് പോന്നോ. ഇപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരെ?
അടിപൊളി. ഹണി, നീ സ്ക്രിപ്റ്റ് കൊടുക്കാൻ പോയതല്ലേ, പിന്നെ എങ്ങനെയാ നീ കൊക്കയിലേക്ക് വീണത്? ഞാൻ വീണതല്ല, ആ കള്ളം കുഞ്ഞിനെ തള്ളിയിട്ടതാ. വ്യാഴം കഴിഞ്ഞാൽ അടുത്ത ദിവസം വരും വെള്ളി. പ്രൊഡ്യൂസർ കള്ളൻ കുഞ്ഞ് എന്തിനാണ് നിന്നെ കൊക്കയിലേക്ക് തള്ളി? കാരണം അയാൾ എന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ നോക്കി, എന്നിട്ടത് അയാളുടെ പേരിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. ഇവിടെ ഒരു ഇൻസ്പെക്ടർ പാണ്ഡ, ഇത് കുറ്റമാണ്. തന്റെ അധികാരം ഇവിടെ പ്രയോഗിക്ക്, എന്നിട്ട് കള്ളന്മാരെ പിടിക്ക്, എന്നിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്ക്. പാഠം പഠിപ്പിക്കാം, പക്ഷെ പിടിച്ചിട്ടെന്താ കാര്യം? അയാൾക്കെതിരെ എന്ത് തെളിവാണുള്ളത്? അയാൾ ഹണിയെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഇതിനേക്കാളും വലിയ സാക്ഷി എന്താ വേണ്ടത്? അയാൾ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷെ അത് എങ്ങനെയാ? ആരോ പറഞ്ഞു കേട്ടു, അയാൾ ഇന്ന് രാത്രി ഫ്ലൈറ്റിലേ ഹോളിവുഡിലേക്ക് പോവാണത്രേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എന്തായാലും എന്റെ കൊച്ചലിന്റെ പക്കലെ നല്ലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, അത് വേഗം ഒന്ന് പറഞ്ഞേ. എന്റെ പക്കലോ? ആ അതെ അതെ, ഉണ്ട്. അതിനു വേണ്ടി നമ്മൾ ഹോളിവുഡിലേക്ക് പോണം. അതെ, അയാൾ ഹണിയെ കൊല്ലാൻ നോക്കിയതാ. അതിനുള്ള പണി നമുക്ക് കൊടുക്കണം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എന്തായാലും നമുക്ക് കൊടുത്തേ മതിയാവൂ. ശിക്ഷ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണോ അതോ അവിടുന്ന് വാങ്ങണോ? ചക്കരെ, മഴ പെയ്തു കഴിഞ്ഞാൽ പറമ്പ് മുഴുവനാകും പച്ച. അവിടെ തന്നെ കിട്ടും അവന് നല്ല ശിക്ഷ. ഖന്ന സാർ ഹണിയുടെ അയൽവാസിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം. എനിക്കറിയാവുന്ന കുറച്ചുപേർ അവിടെയുണ്ട്, അവര് നിങ്ങളെ സഹായിക്കും. പക്ഷെ പ്ലാൻ എന്താണ്? സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കയറി സിംഹത്തിനെ തന്നെ ആക്രമിക്കണം. മാഡം, നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ ഹോളിവുഡിലേക്ക് സിനിമ നിർമ്മിക്കാൻ വരുന്നു എന്ന് പറയണം. അതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങളുടനെ പോകാൻ തയ്യാറാകൂ. പ്രൊഡ്യൂസർ ആവുക? എന്റെ ഭായ്, എന്നെ കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ അത്യാവശ്യം റിച്ച് ആണ് ഭായ്, അതുകൊണ്ട് പ്രൊഡ്യൂസർ ഞാനാവാം. അത് ശരിയാണ്. തോത്താറം പ്രൊഡ്യൂസർ ആവും. നമ്മൾ അദ്ദേഹത്തിന്റെ ടീം. ഇവിടെ വരൂ, ഞങ്ങളും നിങ്ങളോടൊപ്പം വരാം. എന്താ സാറേ? അങ്ങ് പറഞ്ഞത് എന്തായാലും ശരിയാണ് ഡോക്ടർ ബാലു. സൂക്ഷിക്കണം കുട്ടികളെ. ഒരു പ്രാവശ്യം ഹണി എനിക്ക് നഷ്ടമായതാ. ഇനി എനിക്ക് ആരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. വിഷമിക്കേണ്ട മേഡം, ഞങ്ങൾ എന്തായാലും പോയി ആ കള്ളന്റെ ചായം പുറത്താക്കാം. ഓർക്കണം, അയാൾക്കെതിരെ തെളിവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് അയാളെ ശിക്ഷിക്കാനാവില്ല. കുട്ടികളെ, നിങ്ങൾ സൂക്ഷിക്കണം. ഓൾ ദി ബെസ്റ്റ്. ശരി പാണ്ഡ സാറേ, വരൂ. കപ്പ മുറിക്കണമെങ്കിൽ വേണം നല്ല പിച്ചാത്തി. നമ്മളിതാ ഹോളിവുഡിലെത്തി. അടികൈ. ഹലോ സർ. ഞാൻ പൊപ്പി. ഞാൻ ബാബോടി. ഞാൻ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി. ഞാൻ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ സെക്രട്ടറി. ഞാൻ റൈറ്റർ. പിന്നെ ഞാൻ ഫൈറ്റർ. പിന്നെ ഞാൻ ഹീറോയാണ്. ഞാൻ ക്യാമറമാനാണ്. ഇദ്ദേഹം വലിയൊരു പ്രൊഡ്യൂസറാ. സിനിമ നിർമ്മിക്കാൻ വന്നതാ. സംശയമുണ്ടോ? ഇല്ലില്ല, ഒരു സംശയമില്ല. നിങ്ങൾ വരുന്നെന്ന് ഞങ്ങൾക്ക് കോൾ ഉണ്ടായിരുന്നു. ലേഡീസ്, മേഡം എന്തായാലും സംഭവം കലക്കി. വെൽക്കം സർ. ഹൗ ആർ യു? ഇവരെന്താ ഈ ചോദിക്കുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞത് ഇദ്ദേഹമാണ് ഭൂപി ഭായ്. ഞാൻ ഇദ്ദേഹത്തിന്റെ അനിയൻ ബാദുരി ഭായ്. അല്ലേ ഭായ്? ഇവിടെ വരൂ. വിദേശത്ത് വന്നതിന് ശേഷവും നാട്ടിൽ പറയുന്ന മണ്ടത്തരങ്ങളൊന്നും പറയരുത്. അവർ ചോദിച്ചത് ഹു ആർ യു എന്നല്ല, ഹൗ ആർ യു എന്നാണ്. പണ്ടത്തെ പോലെയല്ല, ഹോട്ടലിൽ ഇപ്പൊ ഭയങ്കര ബില്ല. ഞങ്ങൾക്ക് കാണാം മിസ്റ്റർ രംഗീല. അടികൈ. ഷുവർ സർ. സ്റ്റുഡിയോ നമ്പർ 7, ഫ്ലോർ നമ്പർ 2. ഫസ്റ്റ് റൈറ്റ്, ദെൻ ലെഫ്റ്റ്. താങ്ക് യു.
കണ്ടോ മാജിക് മാൻ. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാ മതിയോ? താൻ പോയി പണിയെടുക്ക്. നിങ്ങൾ നോക്കിക്കോ, മാജിക് മാൻ മാജിക് കാണിച്ച് അയാൾ ഇപ്പൊ പ്രാവാക്കി മാറ്റും. തീറ്റകളുടെ മാൻ സംശയമുണ്ടോ? അതെ, ആരെങ്കിലും രക്ഷിക്കേ. ഇവിടെ വരൂ. ഇവിടെ വരൂ. അതെ ഭായ്, ഡൈനോസറിനോട് ഇങ്ങോട്ട് വരാനല്ല അങ്ങോട്ട് പോകാനാ പറയേണ്ടത്. ഇത് ഡമ്മിയാണ്. ചേട്ടാ, നമുക്ക് ഇതിൽ കേറി ഇരുന്നാലോ? ഞാൻ ഇതുവരെ ദിനോസറിന്റെ മുകളിൽ കേറി ഇരുന്നിട്ടേ ഇല്ല. എന്റെ ഭായ്, നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാലേ നമ്മളെല്ലാം ഡൈനോസർ പ്രസവിച്ചതാന്ന് തോന്നുമല്ലോ. മാറുന്നിക്ക്, ഇതെങ്ങാനും പൊട്ടിപ്പോയാലേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. സംശയമുണ്ടോ? കൊടുത്താ എന്താ പ്രശ്നം? നമ്മൾ വലിയ പ്രൊഡ്യൂസർമാരാണല്ലോ. ആണെന്നല്ല, ആക്കിയതാ. നിന്റെ കഴുത്തിലിട്ടേക്കുന്നുണ്ടല്ലോ, ഗോൾഡ് അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. അത് മറക്കണ്ട. മിസ്റ്റർ റംഗീല, നെക്സ്റ്റ് സ്റ്റുഡിയോ എവിടെയാ? ഓ, ഇവന്മാർ എന്തിടിയാ ഇടിക്കുന്നേ? ആക്ഷൻ പടങ്ങളൊന്നും ഇവന്മാര് കണ്ടിട്ടില്ലേ? ഇടിക്കുന്ന ഇടിയിലെ വില്ലൻ നേരെ തറയെ വീഴണം. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ബാക്കിയൊക്കെ നമുക്ക് എഫക്സി ചെയ്യാവുന്നേ. അതാകാതിരിക്കാൻ വഴിയില്ലല്ലോ, കാരണം ഞാനല്ലേ ക്യാമറാമാൻ. രംഗീല എന്ന് പറയുന്നത് ചുമ്മാതല്ലോ. രംഗീല, ഞാൻ എന്തായാലും തന്റെ പടത്തിൽ പണം ഇറക്കിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ അനിയനെ താൻ വേണം ഹീറോ ആയി പ്രസന്റ് ചെയ്യാൻ. ഗ്രാൻഡ് ഓപ്പൺ ഇൻ USA. അപ്പൊ ഇതാണ് രംഗീല. ഇയാൾ അവന്റെ കൂട്ടുകാരനാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം ആദ്യം തട്ടിയിടേണ്ടത് ഇവനെയാണ്. ചെല്ലണം കണ്ണാ സാറേ. അടിപൊളി പണി തന്നെയാ നിങ്ങൾ ചെയ്യുന്നത്. കാട്ടിലുണ്ട് ഹിപ്പോ, നിങ്ങളാണ് ഞങ്ങളുടെ ഹോപ്പ്, വിശ്വാസം. അല്ല, നിങ്ങൾ ആരാണ്? മാവിനെ ഇംഗ്ലീഷിൽ പറയും മാംഗോ ട്രീ. ഞാൻ പ്രൊഡ്യൂസർ ഭൂപിയുടെ സെക്രട്ടറി. അടികൈ. എടോ, ഇയാളെ ഇവിടുന്ന് പറഞ്ഞുവിട്. ഇത് ഏതോ വൃത്തികെട്ട ഒരു റൈറ്ററാന്ന് തോന്നുന്നു. അല്ലപ്പാ, ഇതാരാണോ? ഇത് ഞങ്ങളുടെ ഫയർ മാസ്റ്റർ ആണ്. അപ്പൊ താനോ? സ്റ്റൈൽ കണ്ടിട്ട് മനസ്സിലായില്ലേ? അതെ ഭായ്, ഇതെന്റെ ഹീറോയാണ്. പിന്നെ ഈ കരടി സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഈ ക്യാമറ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാനാണ് ക്യാമറമാൻ. ഇദ്ദേഹം സെക്രട്ടറിയുടെ സെക്രട്ടറിയാണ്. സംശയമുണ്ടോ? ഇത് ഭൂപി ഭായ്, ഞാൻ അദ്ദേഹത്തിന്റെ അനിയൻ. ഞങ്ങൾ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറോ? പിന്നല്ലാതെ, ഭായിയെ കണ്ട എന്താ ഡൈനോസറിനെ പോലെ തോന്നുന്നുണ്ടോ? ഗോൾഡ് കണ്ട ഗോൾഡ്, പ്രൊഡ്യൂസർ തന്നെയാ. നിങ്ങൾ ആരാന്നറിയാതെ ചോദിച്ചു പോയതാ. ഞാനാണ് രംഗീല. താൻ കീഴാണെങ്കിലും ശരി, ഫ്രോഡാണെങ്കിലും ശരി, ഞങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. എന്താ? അതെ സാറേ, ഞങ്ങൾക്ക് ജോലി നന്നാവണം, അത്രയേ ഉള്ളൂ. അതെ ഭായ്, നിങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടു, നന്നായിട്ടുണ്ട്. എന്റെ ഫിലിം നിങ്ങൾ ഡയറക്ട് ചെയ്യണമെന്ന എന്റെ ആഗ്രഹം. 1000 കോടി രൂപയ്ക്ക് സംഭവം നടക്കില്ലേ? 1000 കോടി രൂപയോ? And the Bhaskar Award goes to Rangila. എന്നാ പിടിച്ചോ സുപാരി. അത് പിന്നെ സൈനിങ്. ഇതാ ഞങ്ങളുടെ കാർഡ്. നാളെ രാവിലെ തന്നെ വന്നേക്ക്. ശരി ഭായ്, ഇനി താൻ പറയും. ഇനിയിപ്പോ എന്ത് പറയാനാ? നമ്മളെന്തായാലും തട്ടിയിട്ടല്ലോ, ഇനി എന്താ പ്രശ്നം? സൂക്ഷിച്ച് സംസാരിക്കടാ. പ്രൊഡ്യൂസറാണ്. പടം ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിച്ചതാ. സംശയമുണ്ടോ? എന്താ ഡയറക്ടർ സാറേ, പടം ചെയ്യാൻ സമ്മതമാണോ? ശരി ഭായ്. എടോ, ഭായിയെ കോപ്പി ഒന്നും അടിക്കരുത്. ശരി ഭായി എന്നുള്ളതേ ഭായിക്ക് കോപ്പി റൈറ്റ് ഉള്ളതാ. ശരിയേട്ടാ. ഞാൻ പടം ചെയ്യാൻ സമ്മതമാണെന്ന് പറയുകയായിരുന്നു. ഞാൻ നാളെ രാവിലെ തന്നെ ഞങ്ങളുടെ ടീമുമായി വന്ന് നിങ്ങളെ കാണാം. ടീം വേണ്ട, ടീം ഞങ്ങളുടേതാണ്. അംഗം മാത്രം വന്നാ മതി. അങ്ങനെ ആവട്ടെ. അങ്ങനെ ഇങ്ങനെ ഒന്നും ആവണ്ട, താൻ മാത്രം വന്നാ മതി. ഞാൻ കൃത്യം 6 മണിക്ക് തന്നെ എത്തിക്കോളാം സാർ. എന്റെ ഭായ്, ഈ 6 മണിയൊക്കെ എപ്പോഴും ഉണ്ടോ? ഞാനതൊക്കെ കണ്ടിട്ട് കുറെ നാളായി. വലിയ ആളല്ലേ, 10 മണി വരെ ഉറങ്ങാറുണ്ട്. 11 മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. വരൂ, ഒരെണ്ണം കഴിഞ്ഞു. ഇനി പ്ലാനിന്റെ 2ാമത്തെ സ്റ്റെപ്പ്. എനിക്കൊരു ലൈഫ് കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. ഇത്രയും വലിയ ബംഗ്ലാവോ? സംഭവം കൊള്ളാം.
അല്ല ഡയറക്ടർ സാറേ, അങ്ങ് എത്തിയോ? നിങ്ങൾ എന്തായാലും ഇരിക്കൂ, സാറ് വരാനുള്ള സമയമായി. ഭായ്, ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ്. ഇത് കൊള്ളാലോ സാർ. ഇത് കാർഡിയോ ആയിരുന്നോ അതോ എക്സം സീക്വൻസ്? എടാ ബായ്, എന്ത് ചെയ്താലും അത് നല്ലൊരു ആക്ഷൻ തന്നെയാണ്, അല്ലേ ബായ്? അതെ ബായ്, വല്ലാത്ത വീഴ്ച. കാർഡിയോ ആയിപ്പോയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്റെ ഭായ്, വയറ് നിറഞ്ഞു. ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കോ. എനിക്കെന്തായാലും സേവ് പൂരി മതി. എനിക്ക് നല്ല ഒന്നാം തരം മുളക് ബജി വേണം. ഇനി എന്താണ് വേണ്ടത്? ഈ മാസ്റ്ററോട് എവിടെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറയേ. വല്ലയിടത്തും വീണ് പരിക്ക് വല്ലതും പറ്റും. ആരെന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ഈ ബജി ബായി തന്നെ പറയും. പക്ഷെ ഇന്നലെ പേര് പോപ്പി എന്നാണല്ലോ പറഞ്ഞത്. വലിയ ആൾക്കാരല്ലേ, ഒരു ദിവസം 4-5 ഡ്രസ്സും പിന്നെ 4-5 പേരും മാറ്റും. സാറേ, ഇവിടെ ആയതുകൊണ്ട് ഒരു പേര് മതി, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. ഗൂബി ബാദുടി, അത് ഓർമ്മയിൽ വെച്ചോ. ബൂപ്പി ബാദുടി. സാർ, ഒരു പുതിയ ആക്ഷൻ സീക്വൻസ് കാണിക്കാമോ? എന്റെ ഭായ്, ഇപ്പൊ വേണ്ട, കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. അതെ ഭായ്, സുരേല. രംഗീല എന്നാണ് സാർ എന്റെ പേര്. എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ട പേരാണ് സാർ രംഗീല എന്ന്. അത് തന്നെ. നോക്ക്, 2 ടൈപ്പ് ബിസിനസ്സാ എനിക്കുള്ളത്. ആ, അടുത്ത ടൈപ്പ് എന്താണെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ല. 1000 കോടി രൂപ ഞാൻ നിനക്ക് തരാം. പക്ഷെ ഇവിടെ എനിക്ക് ഒരാളെ വേണം. അയാളായിരിക്കണം എന്റെ ഫിലിമിന്റെ പ്രൊഡ്യൂസർ. താൻ സ്റ്റീഫൻ സ്പീൽബർഗ് അല്ലെങ്കിൽ സപ്പോളയോട് സംസാരിക്കും. എന്റെ സാറേ, അവരൊക്കെ വലിയ ആൾക്കാരാണ്. എത്ര വലുതാണ്? 7 ഫീറ്റ് ഒക്കെ ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ടേബിളിന്റെ മോളിൽ കയറി നിന്ന് സംസാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, അവര് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാറേ ഇല്ല. അവരെ പോലുള്ള പണക്കാരടുത്ത് നമ്മുടെ പണി ഒന്നും നടക്കില്ല സാറേ. ഇവിടെ സാറ് പൂപ്പജി മാത്രമാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. 4 ദിവസം താമസിക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ വീടിങ് വാങ്ങിയിരിക്കുകയാണ്. സംശയമുണ്ടോ? സത്യമായിട്ടും? അതെ, കള്ളനെന്ന് പേരുള്ളവന്റെ കൂടെ ഞങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ കഴിയും? അയ്യോ, പേര് മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഇവിടെ വരൂ, അങ്ങോട്ട് പോകൂ. എവിടെ തോന്നുന്നോ അങ്ങോട്ട് പോകൂ. എന്നിട്ട് കള്ളന്മാരെ കൊണ്ടുപോകാം. എന്നിട്ട് ഞങ്ങൾ കഥ പറഞ്ഞു കൊടുക്കാം. ആ കഥ കേട്ടാൽ മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞ കഥ പോലും അയാൾ മറന്നു പോകും. ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കാൻ പോലും അയാൾ മറക്കും. മനസ്സിലായില്ലല്ലോ. അതായത് അവരെയും കൂട്ടിക്കൊണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് വരാൻ പറയാ. അമ്യൂസ്മെന്റ് പാർക്കോ? പണക്കാരുടെ ഓരോരോ വിനോദങ്ങൾ. ഓക്കെ സാർ, ഞാൻ ഏറ്റു. അതെ ഭായ്, സജീല ഈ തത്തമ്മയ്ക്ക് വല്ലാത്ത മറവിയാണല്ലോ. സജീല അല്ല സാറേ, രംഗീല. രംഗീല ആന്റണി. ഭായ്, ഇയാളെന്താ ഇങ്ങനെ? ഇയാൾക്ക് 100 കോടി ശമ്പളം പറഞ്ഞിട്ടും ഇയാൾ ആർത്തി പിടിക്കുകയാണല്ലോ. എന്റെ ഭായ്, ഇത് കുക്കിന് വേണ്ടിയുള്ളതാ. അയാള് ബർഗർ നന്നായിട്ടുണ്ടാക്കിയിരുന്നു. നേരത്തെ ചെയിൻ തന്നല്ലേ, അത് തന്നെ ധാരാളം. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നത് തന്നെ തിരിച്ചു ചോദിക്കും. വേഗം പൊയ്ക്കോളൂ. ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ പോവാണേ. എന്താ ഇത്? നിങ്ങളുടെ ആക്ടിങ് വളരെ ഓവറാകുന്നുണ്ട്. അതെ, അല്പം കുറച്ചോളൂ. കള്ളന്മാർക്ക് സംശയം വരാൻ പാടില്ല. ഹണി, നീ അവന്മാരുടെ മുന്നിൽ പോയി പെട്ടേക്കരുത്. നാളെയാണ് യഥാർത്ഥ പടത്തിന്റെ തുടക്കം. ഇതാ വന്നു ഹീറോയിനി. ഇവനാണ് ഇവളുടെ ഹീറോ. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാനാണ് ഹീറോ.
അടിപൊളി അടിപൊളി. രംഗീലക്കാലക്കും രംഗീലക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോവും. OMG, താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. തനിക്കറിയില്ലേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പണി ചെയ്യാറില്ല. മറ്റുള്ളവരെ എനിക്ക് വേണ്ടി പണി ചെയ്യാറുള്ളൂ. പോയി പണി നോക്ക്. എന്റെ പൊന്ന് സാറേ, ആദ്യം ഈ ഡീൽ ഒന്ന് കേൾക്ക്. നോ, ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമേ പണിയെടുക്കാറുള്ളൂ. ഫാമിലിയിൽ ടാലൻസ് ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പുറത്തുള്ള ആൾക്കാരോടൊപ്പം പണിയെടുക്കേണ്ടത്? സാറിന് എന്തായാലും ചന്ദ്രനിലെ ചന്തു എന്ന് പറയുന്ന പടം എടുക്കണമല്ലോ. ഈ പടം ചെയ്യൂ, ബഡ്ജറ്റ് ഡബിൾ ആക്കൂ. ആള് നല്ല കാശുകാരനാ. ഒരു പടത്തിന്റെ ബഡ്ജറ്റില് 2 പടം എടുത്തോളൂ. ഒന്ന് എന്റേത്, ഒന്ന് അങ്ങയുടേത്. ചന്ദ്രനിലെ ചന്തു 1000 കോടി രൂപയാണ് തരാൻ പോകുന്നത്. അങ്ങയ്ക്കുള്ള കഴിവ് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എല്ലാവരുടെ ലൈഫ് സെറ്റിൽ ആവുമല്ലോ. ബട്ട് ഇത് വല്ലാത്ത കൺഫ്യൂസ് ആണല്ലോ. എന്റെ പൊന്ന് സാറേ, ഒന്ന് പോയി ആ കഥ ഒന്ന് കേൾക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതോടെ വിട്ടേക്ക്. ഐഡിയ കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷിക്ക് സാറേ, എന്നെ ഒന്ന് രക്ഷിക്ക്. എനിക്ക് നീന്താൻ അറിയത്തില്ല സാറേ. ഓഹോ, വെറുതെ കിടന്ന് ബഹളം വെക്കല്ലേ. നിങ്ങൾ പറയുന്ന താഴ്ചയൊന്നും ഈ വെള്ളത്തിനില്ല. താങ്ക് യു സാർ. അവരുമായിട്ടുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തേക്ക്. നാളെ തന്നെ പോയി കണ്ടേക്കാം. സാറേ, മീറ്റിംഗ് ഫിക്സ് ആയി കഴിഞ്ഞു. നാളെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചാണ്. എന്ത് അമ്യൂസ്മെന്റ് പാർക്ക്? രംഗീല, അവരെവിടെ പോയി? അതാ അവിടെയുണ്ട്. എന്റെ ഭായ്, സോറി, ഫിലിമിന്റെ കഥ ആലോചിക്കുകയായിരുന്നു. റൈഡിങ്ങിലോ? റൈഡ് ചെയ്ത ശരീരം മുഴുവൻ ഇളകുമല്ലോ, അപ്പൊ ബുദ്ധി ഇളകും. അങ്ങനെ ചേട്ടന്റെ ബുദ്ധി ജോലി ചെയ്തോളും. മനസ്സിലായോ കള്ള? അതെ, കള്ളൻ കള്ളൻ. അങ്ങയുടെ പേര് അങ്ങനെയല്ലേ? ഞാൻ ഹീറോ നമ്പർ 2. എന്റെ പേര് കേട്ടിട്ടുണ്ടാവും. നോ, ഹീറോ ഒരാളെ ഉള്ളൂ, അതെന്റെ അനിയൻ തൊമ്മനാ. എഴുത്ത് കൊണ്ടുവന്ന് തന്നാൽ അത് പോസ്റ്റ് മാൻ, ഹീറോ എന്നാൽ അത് തൊമ്മൻ. അതെ ഭായ്, ഇദ്ദേഹം എന്തും തിരുത്തി എഴുതുന്ന ആളാണ്. ഇദ്ദേഹം സെക്രട്ടറിയും രചയിതാവുമാണ്. അതെ അതെ, വല്ലാത്ത രചനയാണ്. സ്റ്റോറി സെറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് റെന്റ് ചെയ്തിരിക്കുകയാണോ? ഇവിടെ വരൂ, ഇദ്ദേഹം വലിയൊരു പണക്കാരനാണ്. കല്യാണത്തിന് പോലും ടെന്റ് റെന്റ് ചെയ്യില്ല, പാന്റ് റെന്റ് ചെയ്യില്ല, സെന്റ് റെന്റ് ചെയ്യില്ല. എല്ലാം ഇദ്ദേഹം വാങ്ങിയതാണ്. അതെ ചേട്ടാ, ഞങ്ങൾ റെയ്ഡ് പോകുന്ന സമയത്ത് അതെപ്പോഴും ഒഴിഞ്ഞിരിക്കണം. അതെ ഭായ്, ഒരു പക്ഷേ ഇരിക്കാൻ മനസ്സില്ലെങ്കിൽ കാലിയായിട്ട് തന്നെ ഇത് ഓടണം. വലിയ വലിയ ആൾക്കാര് വലിയ വലിയ കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. എടാ, നീ ഓവർ ആക്ടിങ് കാണിച്ച് ചളവാക്കല്ലേ? സംശയമുണ്ടോ? റൈഡിന്റെ സ്റ്റോറി ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യാം. റൈഡിലോ? അതെ ഭായ്, എന്റെ കഥയിൽ ഒരുപാട് ട്വിസ്റ്റും സസ്പെൻസും ഉണ്ട്. നമുക്കത് കറങ്ങിക്കൊണ്ട് കേൾക്കാം. ശരി, നിങ്ങളുടെ കഥ പറയൂ, കേക്കട്ടെ. എന്റെ ഭായ്, എന്റെ ഈ കഥയിൽ ഒരു റൈറ്റർ പൂച്ചയുണ്ട്. എന്നിട്ട്? ശരി ഭായ്, ഭയങ്കര പണക്കാരനല്ലേ, അതുകൊണ്ട് ഭയങ്കര തിരക്കാ. ബാക്കി റൈറ്റർ പറഞ്ഞു തരും. ഏയ്, പറഞ്ഞു കൊടുക്ക. ഇവിടെ ഒരു റൈറ്റർ ഞാനാണ്. എന്ത് കഥയാണ് ഞാൻ പറയേണ്ടത്? കാട്ടിലെ സിംഹത്തിന്റെ ആണോ, പറക്കുന്ന പക്ഷിയുടെ ആണോ, റോഡിലെ ഡാം വ്യൂ, അതോ വീട്ടിലെ പശുവോ? ഫിലിമിന്റെ. ചേട്ടായി, ആദ്യം നമുക്ക് പാട്ടിൽ തുടങ്ങാം. പാട്ട് ഞാൻ പാടിത്തരാം. ആക്ഷൻ! പാലത്തിന്റെ പുറത്തുകൂടെ പോകുമ്പോൾ താഴെ ബോട്ട് പോകും. ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിലൊരു കാമുകനുണ്ട്. നട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ബോൾട്ടുമുണ്ട്. അതുപോലെയാണ് അവർ രണ്ടുപേരുടെ പ്രണയകഥ. അടികൈ. അതെ, ഈ കഥയിൽ പ്രേതവും ഉണ്ട്. ഓ എന്റെ ചേട്ടായി, എന്താ ഇത്? നമുക്ക് പാട്ടൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കാം. ആദ്യം കഥയൊന്ന് കേൾക്ക്. ഇവിടെ അങ്ങോട്ട് സോങ് സീക്വൻസ് ആണ്. ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാ ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട. അതെ, ഞാനാണ് ഹീറോ. ഞാൻ പറയാം സ്റ്റോറി. എന്റെ ചേട്ടായി, ഒരു റൈറ്റർ പൂച്ച ഉണ്ടായിരുന്നു. അതൊരു പ്രൊഡ്യൂസറിന് കഥ പറയാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞു, കഥ എനിക്ക് തരൂ. പൂച്ച പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രൊഡ്യൂസർ അവനെ പതുക്കെ കൊക്കയുടെ അടുത്തേക്ക് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ആ പ്രൊഡ്യൂസർ ആ പാവം പൂച്ചയെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു. എന്നിട്ട് പൂച്ച ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. എങ്ങനെയുണ്ട്?
ആത്മാവ്, പൂച്ച, ഇല്ല. നിർത്ത്. എനിക്ക് തല ചുറ്റുന്നു. നിർത്ത്. എന്റെ ഭായ്, ഇയാള് മുഴുവൻ കഥ കേൾക്കാതെ ഓടി രക്ഷപ്പെട്ടല്ലോ. നാളെ ഷൂട്ടിംഗ് എങ്ങനെ നടക്കും? ഭായ്, നമുക്കൊരു കാര്യം ചെയ്യാം. പടം നിർമ്മിക്കണ്ട. അതെങ്ങനെ വരാതിരിക്കും? ഞാൻ കൊണ്ടുവരാം. നാളെ രാവിലെ നമ്മൾ സൺറൈസ് ഷോട്ട് എടുത്തിരിക്കും. ഇപ്പൊ പ്ലാൻ പ്രകാരം എല്ലാം പൊക്കോണ്ടിരിക്കുന്നേ. ഹണി, ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോണം. ഇന്ന് രാത്രി അവന്മാരെ ഉറക്കരുത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൻ പറഞ്ഞ കഥ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ആ പൂച്ചയും കണ്ടു. ഇല്ല 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 ഇല്ല, ഇതൊരിക്കലും ആ പൂച്ച ആയിരിക്കില്ല. ഓർമ്മയുണ്ടോ ഈ മുഖം? എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, പറഞ്ഞാ കേക്ക്, എന്നെ വിട്, വിട്, വിട്. OMG, എന്താ ഇത്? കൊച്ചലിയ, ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി എന്റെ മനസ്സ് പറയാണ്. ഇപ്പൊ വേണ്ട, നാളെ ഷൂട്ടിൽ വെച്ച് നമുക്ക് കൊടുത്തോളാം. എന്തിനാ സാറേ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഞാൻ രംഗീലയാണ്. എന്താണ് സംഭവിച്ചത്? അവൻ എവിടെ പോയി? ആരെവിടെ പോയെന്നാ ഈ ചോദിക്കുന്നേ? ആ പൂച്ച, ആ പൂച്ചകൾ, അതായത് അവൻ. സാർ, നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും. ഏത് പൂച്ചയാ? രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങിയോ? രാത്രി മുഴുവനോ? അതെ സാർ, ഇപ്പൊ നേരം വെളുത്തു. നമുക്ക് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങണ്ടേ? വേഗമാവട്ടെ, തയ്യാറാകൂ. നമുക്ക് ലൊക്കേഷനിലേക്ക് പോകേണ്ടതല്ലേ? അയ്യോ, അതൊരു പൂവൻകോഴിയാണ് സാറേ. ഒരു കാറ്. നിങ്ങളിവിടെ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യും. ഇവിടെ നിന്ന് എടുത്ത് ചാടി മുകളിൽ നിൽക്കുന്ന വില്ലനെ പഞ്ചിലിടിക്കും. നോക്ക്, എന്നിട്ട് പഠിക്കേ. ഡെമോസിൻ, ടേക്ക് 1, ആക്ഷൻ. അടിപൊളി, നന്നായിട്ടുണ്ട്. വിരൽ ഇങ്ങനെയാക്കണം, ദാ ഇതുപോലെ. പിന്നെ നമുക്ക് CG-യിൽ വെച്ച് അതിനെ വലിയ ലെവലിൽ കാണിക്കാം. അതിന്റെ ഫേവറേറ്റ് ഷോട്ടാണ്. എന്തിനാടാ ഡ്യൂപ്പിട്ട് ചെയ്യുന്നത്? എന്തായാലും നമുക്ക് ഒറിജിനലായിട്ട് എടുക്കാവുന്നേ. എന്റെ ജോലിയിൽ കൈകടത്തിയാൽ ഞാൻ ഈ ഫിലിം വേണ്ടെന്ന് വെക്കും. എന്റെ ഭായ്, ടീം പിരിഞ്ഞാൽ ഈ സിനിമ ഞാനും വേണ്ടെന്ന് വെക്കും. ഓ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ വേണ്ട. അത് ഞാൻ വേറെ നല്ല പടത്തിൽ വല്ലതും ചെയ്തോളാം. അല്ല, ഈ പടത്തിൽ ചെയ്യാന്നാ പറഞ്ഞേ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്തോളൂ. അപ്പൊ ഞാൻ എവിടെയായിരുന്നു? അങ്ങ് തന്നെ പറഞ്ഞോളൂ. ആ, അതിനുശേഷം ഗുണ്ടകൾ നിങ്ങളുടെ ദേഹത്ത് വലയിടും. നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ആ സമയത്ത് വില്ലൻ നിങ്ങളെ കൊക്കയിലേക്ക് തള്ളിയിടും. അതേ സ്റ്റോറി, സെയിം സ്റ്റോറി, എന്റെ സ്റ്റോറി. സാർ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് OP സാറിന്റെ സ്റ്റോറിയാണ്. അയാൾ ദേഷ്യപ്പെട്ട ഈ പടം തന്നെ നിർത്തിക്കളയും. സാർ, ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, റോൾ ക്യാമറ, സൈഡ്, ആക്ഷൻ.
തെറ്റാണ്. ലെഫ്റ്റ് സൈഡിലാണ് പഞ്ചിരിക്കേണ്ടത്. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ നിനക്കെങ്ങനെ? കട്ട് ചെയ്തേരെ. എന്താ സാറേ ഇത് നല്ലൊരു സീൻ ഇങ്ങനെ നശിപ്പിക്കുന്നത്? അവനിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് വന്നതാണ്. അത് പിന്നെ ഈ സ്ക്രിപ്റ്റിന്റെ പറയൂ, ആരാണ്? ആരുടെ സ്ക്രിപ്റ്റ് ആണ്? ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ. കുറ്റം മുഴുവൻ ഇപ്പൊ സമ്മതിക്കുമായിരുന്നു. സമ്മതിക്കും. ഡയറക്ടർ സാറേ, ഷൂട്ടിംഗ് തുടങ്ങട്ടെ. ആ സാറിന് നമുക്കൊരു സീൻ കാണിച്ചു കൊടുക്കാം. അതെ ഭായ്, കള്ളൻ കുഞ്ഞിനെ നാളെ രാത്രി പ്രതി കാണാൻ തീർച്ചയായും കൊണ്ടുവരണം. ഓക്കെ സാർ. പ്രേതത്തിനെ കണ്ടാ പേടിക്കുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. വല്ലാത്ത തണുപ്പ്. തണുപ്പോ? കഴുതേ, ഇങ്ങനത്തെ സിറ്റുവേഷനിലേ ആരും വായിങ്ങനെ അടച്ചു വെക്കില്ല. തുറന്ന് നിലവിളിക്കാണ് വേണ്ടത്. രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. എന്താ സാറേ ഈ കൊച്ചു കുട്ടികളെ പോലെ? അവനിവിടെ ഉണ്ട്, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ആരാ ഉള്ളത്? അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. എന്റെ സാറേ അവിടെ ആരുമില്ല. ശരി വാ നമുക്ക് നോക്കാം. അവൻ എന്റെ ചെകിടത്തടിച്ചു. എന്റെ സാറേ ഇവിടെ ആരുമില്ല. അങ്ങക്ക് ഹോലി സിമുലേഷൻ വന്നെന്നാ തോന്നുന്നത്. ഒരുപാട് നന്നാക്കാൻ വരല്ലേ. ഞാനും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചത്. അങ്ങോട്ട് നോക്ക്, അതാ വരുന്നു, കണ്ടില്ലേ? അതൊക്കെ പോട്ടെ, താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല സാറ് പാതി സീനി വെച്ച് പോയതല്ലേ. കുഴപ്പമൊന്നുമില്ല, അത് മുഴുവനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു സാർ. നാളെ പ്രിവ്യൂ വെച്ചിരിക്കുകയാണ് സാർ. സാറ് വരുമല്ലോ അല്ലേ? അയ്യോ സാറേ, പോപ്പി സാറ് പറഞ്ഞു അങ്ങയെല്ലാം കാണിക്കണമെന്ന്. അദ്ദേഹം തന്നെ അങ്ങേ ക്ഷണിച്ചിരിക്കുകയാണ്. നാളെ രാത്രി 9 മണിക്ക് തന്നെ തയ്യാറായിരിക്കണം കേട്ടല്ലോ. ശരി, ഞാനെന്നാ പോട്ടെ. എനിക്ക് നന്നായിട്ട് അറിയാം, ആ പൂച്ചയുടെ ആത്മാവ് എന്റെ പുറകെ തന്നെ ഉണ്ട്. സാറ് ആഹാരം എടുത്ത് വെക്കട്ടെ. എന്തിനാണ് പേടിപ്പിക്കുന്നേ? ഇയാൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഓ, സീൻ കാണിക്കാൻ വേണ്ടിട്ട് ഇത്രയും വലിയ തിയേറ്റർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? എന്റെ ഭായ്, ബുക്ക് ചെയ്തതല്ല, വാങ്ങിച്ചതാണ്. അതെ, ഇതാണെങ്കിലും ശരിയാവുള്ളൂ. പാതിരാത്രി ഇഷ്ടമുള്ള സമയത്ത് കാണണമെങ്കിൽ നമ്മുടെ കൈവശം തിയേറ്റർ വേണമല്ലോ. മാളത്തിൽ ഒളിച്ചിരുന്ന എലിയെ പുകയിട്ട് ഓടിച്ചു. തിയേറ്ററിനോടൊപ്പം പോപ്കോണും മുഴുവൻ ഞങ്ങൾ വാങ്ങിച്ചു. അടികൈ. സീനൊന്ന് കണ്ടു നോക്കൂ, വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ എന്തായാലും പ്രൊജക്ടർ റൂമിലേക്ക് പോയേക്കാം. അങ്ങെന്തായാലും ഇവിടെ ഇരുന്നോളൂ. ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാ ജില്ലാന. ഈ സീറ്റോ? എന്തൊരു ചോദ്യം അത്. കോടീശ്വരനാ. കുറച്ചു നേരം ഈ സീറ്റിൽ ഇരുന്ന് കാണും, പിന്നെ ആ സീറ്റിൽ ഇരുന്ന് കാണും. അതെ ഭായ്, ലൈറ്റ് ഓഫ്. ശരി, വരൂ, നമുക്ക് സീൻ കാണാം. Why not? വേഗം തുടങ്ങാം. ഓക്കേ.
അത് കണ്ടോ? എന്താ? എനിക്കത് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാരും അത് കണ്ടായിരുന്നോ? അല്ല എന്ത് കണ്ടെന്നാ പറയുന്നേ? എന്റെ ഭായി, ആൾക്കാർ സിനിമ കണ്ടാൽ വിസിലടിക്കും. ഇയാളാണെങ്കിൽ കിടന്ന് കരയുകയാണല്ലോ. ഇവൻ എങ്ങനെ ഇവിടെ വന്നത്? ഈ പൂച്ച ഹണി. എന്റെ ചേട്ടായി, ഞാൻ ഹണിയല്ല, ബണ്ണി. എടോ താനല്ല, ഈ പൂച്ച. ഇവൻ കഥയും കൊണ്ട് സ്റ്റുഡിയോയിൽ വന്നായിരുന്നു. സിനിമയുടെ കഥ എന്റേതാണ്. ഞാൻ ഈ ഫിലിമിന്റെ സ്റ്റോറിയെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഫിലിം ചന്ദ്രനിലെ ചന്തുവിന്റെ സ്റ്റോറി. ഇവിടെ വരൂ. ചിലപ്പോ തന്റെ പടത്തിന്റെ സ്റ്റോറി തന്റേതാണെന്ന് പറയുന്നു, ചിലപ്പോ ഞങ്ങളുടെ പടത്തിന്റെ സ്റ്റോറി തന്റേതാണെന്ന് പറയുന്നു. ഇത് എന്ത് സ്റ്റോറിയാ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ സ്റ്റോറി എന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. പക്ഷെ എന്റെ സ്റ്റോറി ആണെങ്കിൽ അത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ലോറി വേണം. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്റ്റോറി നിങ്ങളുടെ സ്റ്റോറി എന്നാണ്. എടാ കള്ള, നീ എന്റെ കഥ മോഷ്ടിച്ച കള്ളനാണ്. നീ ചെയ്ത പണിക്കുള്ള കൂലി നിനക്ക് ഇപ്പൊ തന്നെ കിട്ടും. തനിക്കെന്താ വട്ടാണോ? തന്നെ ആരാ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഈ പൂച്ചയെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, നിങ്ങൾ ഏത് പൂച്ചയെ കാണുന്ന കാര്യം ഈ പറയുന്നേ? ഞങ്ങളൊരു പൂച്ചയും കാണുന്നില്ല. അത് പൂച്ചയാണോ പ്രേതമാണോ? പ്രേതമാണ്. ആ പൂച്ചയുടെ പ്രേതമാണ്. ഏത് പൂച്ചയുടെ? ഹണി, റൈറ്റർ പൂച്ച നാട്ടിൽ വെച്ച് എന്നെ കാണാൻ വന്നിരുന്നു. ചന്ദ്രനിലെ ചന്തു എന്ന സ്ക്രിപ്റ്റ് എന്നെ കാണിച്ചിരുന്നു. അതാണ് ഇപ്പൊ പ്രേതമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ആൾ എങ്ങനെയാണ് പ്രേതമാകുന്നത്? ഞാൻ പറയുന്നത് കേക്ക്. ഇവനിപ്പോ ജീവനോടെ ഇല്ല. അവന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ചിട്ട് ഞാൻ അവനെ വലിയൊരു കൊക്കയിലേക്ക് തള്ളിയിട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ വില്ലൻ ബണ്ണിയെ തള്ളിയിട്ടതുപോലെ ഇപ്പോൾ ആ പൂച്ച പ്രേതമായിട്ട് എന്നെ തട്ടാൻ വന്നിരിക്കുകയാണ്. കഴുതേ, പ്രേതമായിട്ടല്ല, യഥാർത്ഥത്തിൽ തന്നെ വന്നിരിക്കുകയാണ് ഞാൻ. അതെ, ഷൂട്ടിംഗ് കഴിഞ്ഞു. 10 ക്യാമറ വെച്ചാ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ആംഗിൾസിൽ നിന്ന് നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രംഗീല, താൻ എന്റെ കൂടെ നിന്നിട്ട് എനിക്കിട്ട് എന്നെ പണിയൊന്നും അല്ലേ? താൻ എന്താ കരുതിയത്? ഞാനും തന്നെ പോലെ വൃത്തികെട്ടവനാണെന്നാണോ? തന്നെ പോലെ ഒരു ക്രിമിനലിന്റെ കൂടെ ഞാൻ ഇനിയും ജോലി ചെയ്യില്ല. താൻ ഇന്നലെ ഷൂട്ടിംഗിൽ നിന്ന് ഓടിപ്പോയ ശേഷം തന്റെ കാര്യങ്ങൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു. നിങ്ങളുടെ നാടകമായിരുന്നല്ലേ? പക്ഷേ ഹണിയുടെ കഥ ഒരിക്കലും സിനിമയാവില്ല. സാറേ, അങ്ങെല്ലാം കേട്ടായിരുന്നു. അതെ, ഞങ്ങൾ ഈ ഹോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറെ തന്റെ കള്ളത്തരങ്ങൾ കാണിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. സംശയമുണ്ടോ? ഈ പടം ചെയ്യും. റേറ്റിന്റെ ക്രെഡിറ്റ് തീർച്ചയായും ഹണിക്ക് തന്നെ കിട്ടിയിരിക്കും. താങ്ക് യു. അതോടൊപ്പം താൻ ജയിലിന്റെ കമ്പനി എണ്ണം. ഓ മൈ ഗോഡ്, ജയിലോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ വിടൂ.
OMG, എന്നെ വിടൂ. Just leave me. എന്റെ ഭായ്, ഇനി നിനക്ക് ജയിലിലും 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് വേണമെന്നാണോ പറയുന്നത്? എന്തായാലും റംഗീല സത്യസന്ധതയ്ക്കൊപ്പം നിന്നിരിക്കുകയാണ്. അതിനാൽ ചന്ദ്രനിലെ ചന്തു ഇദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്യും. എന്തായാലും കോൾ അടിച്ചല്ലോ. ഓ താങ്ക് യു കൂട്ടുകാരെ. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറയാണ്. എടാ ഞങ്ങളോട് എന്തിനാടാ നീ താങ്ക്സ് പറയുന്നേ? നീ എത്രയോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നീ ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനാണ്. ശരി, എന്നാൽ വരൂ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. എന്റെ പേര് കാണിക്കുന്നു. ആശംസകൾ. ആകാശത്തിൽ പറക്കുന്നത് വിമാനമാണ്. അണി, നീ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. അടി കൈ. ഇവിടെ വരൂ. നീ ഞങ്ങളുടെ അഭിമാനമാണ്, നാടിന്റെ അഭിമാനമാണ്. നീ ജനിച്ചത് തന്നെ ഈ നാടിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ്. സന്തോഷം കൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ചുംബനം തന്ന് നിന്നെ ചോപ്പിക്കാൻ പോവുകയാണ്. താങ്ക് യു. മിസ്റ്റർ ഹണി, ഇത്രയും നല്ലൊരു കഥ നിങ്ങളുടെ ബുദ്ധിയിൽ എങ്ങനെയാണ് ഉദിച്ചത്? എനിക്കറിയില്ല, കാരണം എനിക്ക് ബുദ്ധിയില്ലല്ലോ. അങ്ങയുടെ സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിട്ടുണ്ട്. അടുത്ത പടം എന്താ, കോമഡിയാണോ? ഒന്ന് മാറി നിന്ന എല്ലാവരും. എന്റെ ഹണി, ഇതുപോലൊരു വെടിക്കെട്ട് പടം ഹോളിവുഡിൽ ഉണ്ടായിട്ടേ ഇല്ല. അല്ല, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിന് എന്റെ പടത്തിൽ വെടിക്കെട്ടൊന്നുമില്ലല്ലോ. നമ്മുടെ പടത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ പുതിയതായി 4 പടത്തിന്റെ ഓഫറാണ് വന്നിരിക്കുന്നത്. അതെയോ? അപ്പൊ 4 പടങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പോവുകയാണോ? അല്ലല്ല, 4 പടവും ഹണിയാണ് എഴുതാൻ പോകുന്നത്. ഹണി സാറേ എഴുതുമല്ലോ അല്ലേ? ഇനി ഏതായാലും 1 മാസത്തേക്ക് ഞാൻ അവധിയെടുത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അതിനുശേഷം ഞാൻ ആലോചിച്ചിട്ട് പറയാം ഇനി അങ്ങോട്ട് പടം ചെയ്യണോ അതോ വേണ്ടയോ എന്ന്. ചില സമയങ്ങളിൽ മുകളിലുള്ള ആള് കൊടുക്കുമ്പോ കൂര പൊളിയും പോലെ കൊടുക്കും. ഇന്നെന്തായാലും ആ പഴഞ്ചൊല്ല് ശരിയായി. സംശയമുണ്ടോ?